ഇത് എന്തോന്നാ? അതൊന്നുമില്ല, ഷീറ്റൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. വേണ്ട, സീറ്റ് ഉണ്ടായിരുന്നു. സൈഡിൽ മറ്റേ മെട്രോ ഇല്ലേ, പഴയ കാലത്തെ മെട്രോയാണ്. സൈഡ് സീറ്റ് മാത്രം ഇരിക്കാൻ പറ്റുന്ന അതിന്റെ കുഷനൊക്കെ എടുത്ത് കളഞ്ഞുണ്ട്. ബ്രേക്ക് ബൺ 3205, ലംബായി 5.8 മീറ്റർ, ജോഡായി 2.0 മീറ്റർ, പൂഞ്ചായി 3.0 മീറ്റർ, സ്വാലി ഫാർ അതികത്തം ഘാത്തി, നിർമ്മിത് 1979, നിർമ്മിത് മോദിബാജ് കാര്യശാല നാഗ്പൂർ. Office in Mechanic Chief Foundry Naval Meccanica Naples, Italy. Inji Stream Crane, Italy, Naples, Italy. Steam crane. ഓ, ആ വെള്ളം കണ്ടിട്ട് കയറി കുളിക്കാൻ തോന്നുന്നു. കണ്ടോ, നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി. ഏതാണ്ട് ഈ അവസ്ഥയാ ഇപ്പൊ. ഹരി കൊച്ചു പിള്ളേരുടെ ടോയ് ട്രെയിൻ ഓടിക്കുന്നത് കാണാൻ വേണ്ടി പോയേക്കാണ്. ഇനി അതിനകത്ത് വലിച്ചു പിടിച്ച് കയറിയെന്ന് പറഞ്ഞോട്. 25 രൂപ അതിനകത്ത് കയറണമെങ്കിൽ. റെയിൽ മ്യൂസിയം കറങ്ങി കണ്ടപ്പോ തന്നെ വെയില് ചൂടും കൊണ്ട് ഒരുമാതിരി ഒരു പരുവായി. തലവേദന എടുക്കുന്നുണ്ട്. ചായ കുടിക്കായിരുന്നു അല്ലേ? ചായ എന്തെങ്കിലും കുടിച്ചിട്ട് അതൊക്കെ എന്തെങ്കിലും കഴിച്ച് നൈസായിട്ട് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ വേണേ നമുക്ക് രാത്രിയിലൊക്കെ വേണമെങ്കിൽ ടൗണിൽ ഇറങ്ങാം അല്ലേ? ആ വെള്ളം കണ്ടിട്ടേ നേരെ ചാടാൻ തോന്നുന്നു, ചൂടെടുത്തിട്ട്. ആ, ചെറിയ വെള്ളം ഇവിടെ ഉണ്ട്. നമ്മള് റെയിൽ മ്യൂസിയത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇതാണ് ഇവിടുത്തെ നാഗ്പൂരിലെ റെയിൽവേ മ്യൂസിയം, അതായത് നാരോ ഗേജ് റെയിൽ മ്യൂസിയം. എഞ്ചിനീയറിംഗിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഒക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു ഇടമാണ്. നല്ല നോളജ് ഉണ്ടാവുന്ന, അതിനൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇടമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ മ്യൂസിയം എന്ന് കണ്ടാൽ തന്നെ എവിടെയാണെങ്കിലും ഞാൻ കയറുന്നൊരു പതിവുള്ളത് കൊണ്ടാണ് വന്ന് കയറിയത്. ഇവിടെ എന്താ ഇങ്ങനെ കിഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് അവരിങ്ങനെ ഈ പാതയിലൂടെ ഓടിക്കും. 25 റുപ്പീസാണ് അതിൻ്റെ
എന്താണ് ഫീസ്. അതെന്താടാ സീറോ മൈല്? ആ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ പോലെ അവരിങ്ങനെ ഒരു ഡെമോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നാഗ്പൂർ വരുന്നവർക്ക് അത്യാവശ്യം കയറി ഒരു കുറച്ചു നേരം കയറി കാണാനുള്ളതും എഞ്ചിനീയറിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാനുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അഡൽറ്റിന് ഒരാൾക്ക് 25 രൂപയാണ് ഫീസ്. അത് നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. എവിടെയെങ്കിലും കയറി ചായയൊക്കെ കുടിക്കണം. തലവേദന എടുക്കണം ഭയങ്കരമായിട്ട്. വെയിലൊക്കെ ആയതുകൊണ്ടും കൂടി ഭയങ്കരമായിട്ട് ടയേർഡാവുന്നു.